ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നേച്ചർ സീരീസിൻ്റെ 5ാമത്തെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ചെറിയൊരു വാട്ടർഫോളാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻവാസ് ക്ലോത്തിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സാപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞ ഷെയ്ഡും ബേൺ സിയാന എന്ന് പറഞ്ഞ ഷെയ്ഡും മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് പോലെയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. താഴത്തെ ഭാഗത്ത് ബേൺ സിയാന എന്ന് പറഞ്ഞ ഷെയ്ഡും ബേൺ അംബർ എന്ന് പറഞ്ഞ ഷെയ്ഡും മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡാർക്കർ ഷെയ്ഡായിട്ടാണ് താഴത്തെ ഭാഗം ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് റോക്സ് വരയ്ക്കാം. റോക്സ് വരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. റോക്കിൻ്റെ ഷേപ്പ് പ്രോപ്പർ ഷേപ്പൊന്നും ആയിരിക്കില്ലല്ലോ, പ്രോപ്പർ റൗണ്ട് ഷേപ്പൊന്നും ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് റഫ്ലി ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ബേൺ സിയാന എന്ന് പറഞ്ഞ ഷെയ്ഡ് കൊണ്ട് ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ ഉൾഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഹൈലൈറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റോക്സിന് ഒരു ഷേപ്പ് നമുക്ക് തോന്നിക്കും. അതേപോലെ രണ്ട് സൈഡിലും ഇതേ സെയിം ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് റോക്സ് ഫില്ല് ചെയ്യുകയാണ്. ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുക, അതിന് ശേഷം ഹൈലൈറ്റ്സും അതിൻ്റെ ഷാഡോസും കൂടെ കൊടുക്കുമ്പോൾ റോക്കിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ ലീഫ് ഗ്രീൻ ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്, സാപ്പ് ഗ്രീൻ ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ലീവ്സൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നടുക്കിലൂടെയുള്ള ആ ചെറിയൊരു വെള്ളച്ചാട്ടം വരയ്ക്കാം. അതിന് വേണ്ടി വൈറ്റ് പെയിൻറ്റിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ആദ്യം ബേസ് കോട്ട് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു തിൻ ടൗൺ ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി സ്ട്രോക്സ് കൊടുക്കാൻ പറ്റും. വൺസ് തുടങ്ങിയതിന് ശേഷം പ്യുവർ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അവിടെ എവിടെയായിട്ട് ചില ഭാഗത്ത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം സൈഡിൽ നമുക്കൊരു ചെറിയൊരു ബ്രാഞ്ച് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു റൗണ്ട് ബ്രഷ് വെച്ചിട്ട് കുറച്ച് ബ്രാഞ്ചസും അതിൻ്റെ കൂടെ കുറച്ച് ലീവ്സും വരച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് ഷെയ്ഡും അതുപോലെ യെല്ലോ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് വരയ്ക്കുന്നത്. നമ്മുടെ ഓട്ടം സീസണിൽ കാണുന്ന ഒരു ലീഫിൻ്റെ കളറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആകുമ്പോൾ ഇത്രയും ഒരു ബ്രൈറ്റ് കളറുള്ള ലീഫ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പെയിൻറ്റിങ് എടുത്ത് നിൽക്കും. അതുപോലെ താഴെ കുറച്ച് ഈ ലീവ്സ് വീണെടുക്കുന്ന രീതിയിൽ താഴെയും അവിടെ ഇവിടെയായിട്ട് ഈ റോക്സിൻ്റെ മുകളിൽ കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് വേറെ കുറച്ച് പൂമരങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.